ഗാസയിലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രായേൽ. റമദാൻ പെസഹ ആഘോഷവേളകളിൽ വെടിനിർത്തൽ സാധ്യമാക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. അമേരിക്ക മുന്നോട്ട് വെച്ച കരാറാണ് ഇസ്രായേൽ അംഗീകരിച്ചത്. എന്നാൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നടപ്പാക്കാനുള്ള തീരുമാനം ഹമാസ് അംഗീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോഴാണ് ഹമാസിന്റെ നിലപാട്. ഒന്നാം ഘട്ട വെടിനിർത്തൽ ധാരണ കഴിഞ്ഞ ശനിയാഴ്ച അവസാനിച്ചിരുന്നു. തുടർന്നാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിനുള്ള US പദ്ധതിക്ക് ഇസ്രയേൽ അംഗീകാരം നൽകുന്നത്. റമസാൻ പെസഹ ആഘോഷ കാലഘട്ടത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട്. മാർച്ച് 29-നാണ് റംസാൻ ആഘോഷങ്ങൾ അവസാനിക്കുന്നത്. ഏപ്രിൽ 19-ന് പെസഹ വിശുദ്ധവാരം അവസാനിക്കും. രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്ന ആദ്യ ആഴ്ചയിൽ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ബന്ദികളിൽ പകുതി പേരെയും മോചിപ്പിക്കും. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെയായിരിക്കും വിട്ടു നൽകേണ്ടതെന്നാണ് ധാരണ. രണ്ടാം ഘട്ടം അവസാനിക്കുന്നതോടെ മുഴുവൻ ബന്ദികളുടെയും മോചനം യാഥാർത്ഥ്യമാകണമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിക്കുന്നത്. വെടിനിർത്തൽ ധാരണയ്ക്ക് ഹമാസ് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കായി ഇക്കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേൽ പ്രതിനിധികൾ കെയ്റോവിൽ യോഗം ചേർന്നിരുന്നു. അമേരിക്കയുടെ പ്രതിനിധിയും യോഗത്തിൽ പങ്കെടുത്തുവെന്ന സൂചനകളുമുണ്ട്. ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ തുടരുന്നത്. വെടിനിർത്തൽ സംബന്ധിച്ച് തങ്ങൾക്കെതിരായ നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നതെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ നൽകുന്ന സൂചന. സൈന്യത്തിനും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയതായും വിവരങ്ങളുണ്ട്. ഏപ്രിൽ മാസം രണ്ടാം ഘട്ടം അവസാനിക്കുന്നതോടെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ബാക്കിയുള്ള ബന്ദികളുടെ മോചനവും സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.